ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡിസൈൻ തമ്പ്ലൈനിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതേ ഷേപ്പിൽ ഞാൻ പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മെറ്റീരിയലേക്ക് ട്രേസ് എടുക്കുന്നത് അതിൽ കാർബൺ പേപ്പർ യെല്ലോ കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ട്രേസ് എടുക്കുന്നത്. ആ സൈഡിലെ ബോക്സ് നോക്കണം, അത് പേപ്പർ അനങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ മൊത്തത്തിൽ ഞാൻ ട്രേസ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിലൊരു മിറർ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിറർ വാങ്ങിയിട്ടുണ്ട്. ആ മിറർ ആദ്യം B7000 പറയുന്ന ഗം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഗം വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗമ്മാണ് ഇത്. നല്ല വൃത്തിയിൽ ഒട്ടുന്ന ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഗം വെച്ചിട്ടാണ് എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യലും. ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഓരോ മിറർ ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ ബാക്കിലൊരു ഫ്രെയിം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ നൂല് വേണമെങ്കിൽ സാധാരണ നൂല് ഉപയോഗിക്കാം. എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിക്കുന്നെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡ് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ത്രെഡ് ഞാൻ ഒരു തണ്ട് മൊത്തം എടുത്തിട്ടുണ്ട്. ഒരു തണ്ടിൽ 6 നൂലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മിററിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇതുപോലെ സൂചിയിൽ കോത്തിട്ട് മുകളിലോട്ട് കുത്തിയെടുക്കാം. എന്നിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് പോലെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ കുത്തിയിട്ട് താഴ്ത്തി കൊടുക്കാം. നമ്മൾ താഴ്ത്തി കൊടുത്തതിൻ്റെ ബാക്ക് വശത്തിന് വേണം നമ്മൾ അടുത്ത നൂല് മുകളിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ താഴ്ത്തി കൊടുക്കാം. നമുക്കൊരു സ്ക്വയർ ടൈപ്പ് വരണം. ആ സ്ക്വയർ വരുന്ന രീതിക്കാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം, അതായത് മിറർ കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ സ്ക്വയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയാണ് പല ടൈപ്പിലും നമ്മൾ ഇതുപോലെ ഫ്രെയിം ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സിമ്പിളാണ്, പല മോഡലിലൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ആ ഡിസൈനിൽ ഏകദേശം ഇതുപോലെ ഉള്ളത് കൊണ്ടാണ് ഇതേ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടുന്ന് നമുക്കതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കാം. നമ്മൾ 2 ബോക്സ് ഇതിൽ ചെയ്തെടുക്കുന്നത്. ഒരു ബോക്സ് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ അടുത്ത സ്ക്വയർ വരുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ഈ 2 ഗ്യാപ്പിൻ്റെ ഇടയിലും നമുക്ക് സൂചി കുത്തിയിട്ടാണ് അടുത്ത ബോക്സ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്താൽ നമുക്ക് നല്ലൊരു ഫ്രെയിം ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. നമ്മൾ ഇതുപോലെ ഫ്രെയിമൊക്കെ 4 ബോക്സ് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ സൂചി ഇറക്കില്ലേ, അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് സൂചി മുകളിലോട്ട് എടുത്തിട്ട് നമുക്കിതുപോലെ ആ 2 നൂല്, അതായത് നമ്മൾ അങ്ങനെ സ്ക്വയർ ചെയ്തില്ല, ആ 2 സ്ക്വയർ ചെയ്ത നൂലിൻ്റെ ഉള്ളിലേ കൂടി ഇങ്ങനെ നമുക്ക് സൂചി കടത്തിയിട്ട് നമുക്കിങ്ങനെ വിളിച്ചിട്ട് കൊടുക്കാം. ടൈറ്റ് ചെയ്യരുത്, അധികം ടൈറ്റ് ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 2 നൂലിൻ്റെ ഇടയിലേ കൂടി വേണം നമ്മുടെ സൂചി കയറ്റി ഇറക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. നമുക്കിതുപോലെ 2 നൂല് ചുറ്റും റൗണ്ട് ഷേപ്പിൽ അങ്ങനെ നൂല് വരുന്ന രീതിക്ക് വെച്ചിട്ട് സൂചി അതിലേ കൂടി എടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യില്ലേ, അതുപോലെയാണ് നമ്മൾ ഇതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആദ്യം എവിടെയാണോ തുടങ്ങിയത് അവിടം വരെ നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം സൂചി അതേപോലെ താഴത്തേക്ക് ഇറക്കിയിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുന്നത് മിററിൻ്റെ.
അപ്പോൾ മിറർ വർക്ക് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. അതിന് ശേഷം ആ മുകളിൽ വരുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ടാണ് കട്ട് ബീഡ്സ് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ 2-3 ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടിയാൽ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടില്ല. അപ്പോൾ ആ റൗണ്ട് മൊത്തം നമുക്കതുപോലെ കട്ട് ബീഡ്സ് വെച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ബാക്കിൽ വരുന്ന ഇങ്ങനെ റാറാ വരുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ബീഡ്സ് തന്നെയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഷുഗർ ബീഡ്സ് കൊടുക്കുന്ന ഷുഗർ ബീഡ്സ് നല്ലൊരു ഗോൾഡൻ കളർ അല്ലാട്ടോ. നമ്മുടെ ആൻറ്റിക്കിൻ്റെ ഒരു കട്ട് ബീഡ്സ് ഇല്ലേ, ആ കട്ട് ബീഡ്സിൻ്റെ ആ ഒരു കളർ വരുന്ന ഷുഗർ ബീഡ്സ് ആണ്. പിന്നെ കുറച്ച് വലിപ്പമുണ്ട്, സാധാരണ ഷുഗർ ബീഡ്സിനേക്കാളും കുറച്ചൊരു വലിപ്പം കൂടുതലുള്ള ഒരു ബീഡ്സാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. കുറച്ച് ഗ്യാപ്പ് വിട്ട് ആ റാറാ വരുന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ മിററിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വർക്കിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്